എങ്കിലും തിരുമേനി ആ പാതിരി നമ്മെ ഇരുത്തുന്ന ലക്ഷണമുണ്ട്. മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് എന്ത് അത്ഭുതവും കാട്ടുന്ന നമ്മെ കൊണ്ടാവാത്തത് ആ കത്തലാക്ക് എങ്ങനെ കഴിഞ്ഞൂന്ന് നമ്മുടെ സംശയം. ഇനി യക്ഷിയെ കത്തനാര് പിടിച്ചു കെട്ടിയെന്ന് പറയുന്നത് നാണയായിരിക്കുമോ തിരുമേനി? വിധി കത്തനാരവളെ ആവാഹിച്ചു പനയന്നാർകാവിൽ ഇരുത്തുകയും ചെയ്തു. ബ്രഹ്മരക്ഷസനെ വരെ തളച്ചിട്ടുള്ള നമുക്ക് ഒരു ക്ഷീണായി. അതെ ക്ഷീണായി. കത്തനാരെ നമുക്ക് ഇല്ലത്തേക്കൊന്ന് ക്ഷണിക്കണം. അവിടെ വെച്ചൊരു പാഠം പഠിപ്പിച്ചാലേ നമ്മുടെ മനസ്സിലൊരു സ്വാസ്ഥ്യം കിട്ടൂ. നടന്നോളൂ നടന്നോളൂ. അല്ല തിരുമേനിയോ, എന്താ ഈ വഴിക്ക്? നാം അങ്ങോട്ട് പുറപ്പെട്ടതായിരുന്നു കത്തനാരെ ഒന്ന് കാണാൻ. എന്താ വിശേഷം? ഇല്ലത്തേക്കൊന്ന് വരണം, നമ്മുടെ അതിഥിയായി. അതിനെന്താ, ഒരു ദിവസം ഞാൻ വരാം. അതിന് കാര്യസ്ഥനെ അയച്ചാൽ മതിയായിരുന്നു. നോം തന്നെ വന്ന് ക്ഷണിക്കുന്നതല്ലേ മര്യാദ. ഏതായാലും ക്ഷണം ഇവിടെ വെച്ച് മതി, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എങ്കിൽ നോം പുറപ്പെടുന്നു. എന്താ ഇത്താപ്പുരി ചേട്ടന് പതിവില്ലാത്തൊരു ഇളക്കം? ഇളക്കോ? എന്തിളക്കം? അല്ല, ഒരു മാതിരി ഒരു ഇളക്കം. ഞാനിനി എന്നാ ഇളകാനാടി എന്റെ എലിയാമേ, നീ എന്നെ ആകെ ഇളക്കിയിട്ടിരിക്കല്ലേ. അല്ല, നിനക്ക് പുരയിടം വാങ്ങാൻ പണം വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞു. ഓ പറഞ്ഞല്ലോ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? എവിടെ? ഇവിടെ 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 എടുക്കുന്നേ എടുക്കുന്നേ എടുക്കാം. തരൂ തരാം. തരൂ നീ. തരാവല്ലേ? എപ്പോ? ഇപ്പൊ തരാവന്ന്. ഇപ്പൊ തരൂ നീ. ക്ഷമിക്കൂ. തരാവല്ലേ? ഞാൻ തരും. ഇത് അച്ഛന്റെ പെട്ടിയിൽ സൂക്ഷിച്ചു വച്ചിരുന്ന മണം. അയ്യോ കർത്താവേ. അതെ, കർത്താവ് പറഞ്ഞു. ഞാനതെടുത്തോ. പിടിച്ചോ പിടിച്ചോ. എന്റെ കർത്താവേ, എനിക്കിതിലൊരു പങ്കുമില്ലേ. എല്ലാം ഇക്കാലമാണെന്റെ പണിയാണ്. എന്നോട് ചതി വേണമായിരുന്നോ? അച്ഛൻ മേലെ ഇറക്കി ഇറക്കി ഇസ്ലാമിനോടും തുടങ്ങി. ഇതിലാണല്ലോ അച്ഛന്റെ കൂടെ കൂടിയത്. എല്ലാം നിനക്ക് വേണ്ടി എന്നോടി. ചേട്ടോ ഇത്താത്തി, കൊണ്ടുപോടോ തന്റെ പണം. കൊണ്ടുപോകാൻ വിട്ടു. വിട്ടല്ല. അയ്യോ പോയോ എന്റെ അച്ഛോ, എനിക്കിതിന് ഒരു പങ്കുമില്ലേ. അയ്യോ തിരുമേനി തിരുമേനി തിരുമേനി, അച്ഛൻ വേണ്ട തുഴയില്ലാണ്ട് വള്ളത്തെ വരുന്നു. ഇങ്ങോട്ടാ വരുന്നെന്നാ തോന്നുന്നേ. ഓ, കത്തനാരുടെ വള്ളം തുഴയില്ലാതെ പുഴയിൽ കൂടെ വരുന്നോ? നമ്മളെ ഒന്ന് ഇരുത്താനാണല്ലോ ഭാവം. എങ്കിലൊരു പാഠം പഠിപ്പിക്കുക തന്നെ. താനീ ഇരിപ്പടങ്ങളെല്ലാം ഉള്ളിലോട്ടങ്ങ് എടുത്തോളൂ. എവിടായിരിക്കുന്നറിയാമല്ലോ. യാത്ര സുഖമായിരുന്നു അല്ലേ? ഇത് ഒരു യാത്രയെന്നൊക്കെ പറയാനുണ്ടോ?
ഓഹോ, അപ്പോ ചില്ലറ വിദ്യകളൊക്കെ കയ്യിലുണ്ട് അല്ലേ? ഇരിപ്പിടം കണ്ടില്ല. ആരാണാവോ സേവാമൂർത്തി? ദൈവത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ ഒരു യക്ഷിയെ ആവാഹിച്ചെന്നോ കവർച്ചക്കാരെ മന്ത്രിച്ചോടിച്ചെന്നോ ഒക്കെ കേട്ടു. അങ്ങനെയൊന്നുമില്ല. ദൈവികമായ ഒരു കഴിവ് അത്രമാത്രം. ഓഹോ, ദൈവീകമാണ് അല്ലേ? നമ്മുടെ മൂർത്തി ചത്തന. ഇവിടെ വേറെ ആരുമില്ലേ? അന്യജാതിക്കാരുടെ മുമ്പിൽ അകത്തുള്ളവർ വരാറില്ല. ഓ, അങ്ങനെ ഉണ്ടല്ലോ. കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും? തിരുമേനി അടിയനെ വിളിച്ചു എന്ന് തോന്നി. കട്ടന കണക്ക് ദാഹിക്കുന്നു. നാം എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ? അല്ല, പാലായാലെന്താ ആകാലോ അല്ലേ? അല്ല തിരുമേനി, ഈ പാലൊക്കെ ഇപ്പോ ഈ പശു എന്താണോ നിന്ന് പരുങ്ങുന്നേ? തുറന്നു പറഞ്ഞൂടെ? പാല് പശുക്കുട്ടി കുടിച്ചു എന്നാ തോന്നേ. ആ, കറന്നില്ല. നാം കിടക്ക് മറന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക? കറന്നില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുക? പശുവിനെ കറക്കാതെ എന്തായാലും പാല് കിട്ടില്ലല്ലോ. തിരുമേനി പാല് കുടിക്കുന്നു. അങ്ങ് കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. നമ്മോട് നേരിടാൻ തന്നെ തീരുമാനിച്ചു. എന്താ? എനിക്ക് അങ്ങയോട് ഒരു മത്സരഭാവവുമില്ല. അങ്ങയുടെ ആതിഥ്യ മര്യാദ അസലായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണോ എല്ലാവരോടും? അതോ എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് സ്നേഹം വല്ലതുമുണ്ടോ? ശരിയാ, കൊശവൻ. ഞാൻ ഇറങ്ങുന്നു തിരുമേനി. ഇനി മറ്റൊരവസരത്തിലാകാം. കടത്തു വരെ നാമം ഉണ്ടാ. ആയിക്കോട്ടെ. എന്റെ വള്ളം കാണുന്നില്ലല്ലോ തിരുമേനി. കാണുന്നില്ലേ? അതായിരിക്കുന്നു. അത് തന്നെയാണോ നോക്കൂ. വെള്ളത്തിൽ കിടന്നത് മരത്തിന്മേലോ? എനിക്ക് പോകാൻ ധൃതിയുണ്ടല്ലോ. ഇവിടെ മരത്തിന്മേൽ കയറാൻ ആളില്ലല്ലോ. ഞാൻ കയറി വള്ളമിറക്കണമെന്നാണോ തിരുമേനിയുടെ ഉദ്ദേശം? തിരക്കുണ്ടെങ്കിൽ അതല്ലേ ചെയ്യാനാവൂ. എങ്കിൽ ഈ മരത്തിന്മേലിരിക്കുന്ന വള്ളമിറക്കുന്നത് ഞാനായിരിക്കില്ല. ഇല്ലത്തെ അന്തർജനങ്ങളായിരിക്കും. അത്രയ്ക്ക് കഴിയുമോ? ആ, ദാ വന്നല്ലോ. എന്ത്? നമ്മുടെ താത്രിക്കുട്ടിയോ? അരുത്, സാഹസം അരുതോ. കത്തനാരെ തമ്മിൽ അവമാനിക്കരുത്. ഇപ്പോ തിരുമേനിയുടെ ധാത്രിക്കുട്ടിക്ക് വസ്ത്രമുണ്ട്. മരത്തിൽ കയറി വള്ളമിറക്കാൻ നേരം അർത്ഥനഗ്ന ആയിക്കോട്ടെ. എന്താ? അയ്യോ പാപ്പ പാപ്പ, ക്ഷമിക്കുക. കുഞ്ചവന്തർമാരുടെ മാനം കളയരുത്. നമുക്ക് താങ്കളുടെ കഴിവ് ബോധ്യായി. മേലാൽ നാം തമ്മിൽ സ്നേഹിതന്മാരായിരിക്കും. ആയിക്കോട്ടെ. മകനെ, നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരാണ് മായാജാലവും മന്ത്രവാദവും. താനതൊരിക്കലും പഠിക്കാൻ പാടില്ലായിരുന്നു. വേണമെന്ന് വിചാരിച്ചല്ല തിരുമേനി ഞാനതെല്ലാം പഠിച്ചത്. സർവശക്തനായ ദൈവത്തിൽ മാത്രമേ നാം വിശ്വസിക്കുന്നുള്ളൂ. മറ്റൊരു ശക്തിക്കും നാം അടിമയാകരുത്. അടിമപ്പെടുന്നവൻ സത്യക്രിസ്ത്യാനിയല്ല. സത്യവിശ്വാസങ്ങൾക്കെതിരായി ഞാൻ ഇതുവരെ യാതൊന്നും ചെയ്തിട്ടില്ല തിരുമേനി, ചെയ്യുകയുമില്ല. മാന്ത്രിക ശക്തി കൊണ്ടല്ലേ താൻ യക്ഷിയെ നേരിട്ടത്? എന്റെ ആളുകളെ രക്ഷിക്കാൻ അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു തിരുമേനി. എന്തായാലും ശരി, അത്തരം പ്രയോഗങ്ങൾ ഇനി പാടില്ല. എന്തെങ്കിലും നന്മയ്ക്കില്ലാതെ
മറ്റുള്ളവരുടെ രക്ഷയ്ക്കല്ലാതെ എനിക്ക് വേണ്ടി ഞാൻ മന്ത്രവിദ്യ ഒരിക്കലും പ്രയോഗിക്കുകയില്ല. ഇത് സത്യം, സത്യം, സത്യം. ആമീൻ. എന്താ നമ്മൾ തേടി വന്ന പൗലൂസിനെ ഞാൻ കണ്ട്. ആ നാട്ടുവഴിക്ക് പള്ളിയിലേക്ക് പോണോ? ആ പള്ളിയുടെ അടുത്ത് എവിടെയായാലും ഇന്നവരെ പിടിക്കണം. എന്തെങ്കിലും നന്മയ്ക്കില്ലാതെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കില്ലാതെ എനിക്ക് വേണ്ടി ഞാൻ മന്ത്രവിദ്യ ഒരിക്കലും പ്രയോഗിക്കുകയില്ല. എന്റെ മാർഗം തെറ്റായിരുന്നെങ്കിൽ അറിയാതെ വന്നുപോയ പിഴകൾക്ക് എന്നോട് പൊറുക്കണമേ. അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. പിതാവേ, അങ്ങേ ഞാൻ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും എന്റെ പാതയിൽ ചെന്നായിക്കൂട്ടങ്ങളും. അങ്ങ് എന്നെ കൈപിടിയരുതേ. സ്വർഗസ്ഥനായ പിതാവേ, എന്നെ രക്ഷിക്കില്ലേ?